ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനം വരെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. അടുത്ത ചോദ്യം, നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നിലവിലെ BVR സുബ്രഹ്മണ്യമാണ്. അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെയാണ് CEO എന്ന് പറയുന്നത് കേട്ടോ, CEO. അപ്പോൾ പഠിച്ചു നോക്കുക, നിലവിലെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരസ്കാരങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളുടെ ഒരു ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, 2025 ONV സാഹിത്യ പുരസ്കാരം ജേതാവാരാണ്? പ്രഭാവർമ്മയാണ്. അടുത്ത ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കുക. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതി, നോട്ട് ചെയ്തോണെ, പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. 2025 ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടുന്ന പുതിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. പഠിച്ചു നോക്കുക. 2025 ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടിയ പുതിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഡി ഗുഗേഷ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഡി ഗുഗേഷ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ കേട്ടോ. ഇത് ഒരു മിഡ് നൈറ്റിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനിന്റെ പേരെന്താണ്? CR450 കേട്ടോ. CR450 കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? CR450 കേട്ടോ. CR450. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേരെന്താണ്? ട്രാസ്ന കേട്ടോ. അപ്പോൾ എന്താണ്? കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേരെന്താണ്? ട്രാസ്ന. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത് ഏത് ദേശീയോദ്യാനമാണ്? ഇരവികുളം ദേശീയോദ്യാനം കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത് ഏത് ദേശീയോദ്യാനമാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമരാവതി, ആന്ധ്രാപ്രദേശ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. പഠിച്ചു വെക്കുക. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ആണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ.
2026 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്? അങ്കാറ, തുർക്കിയാണ്. തുർക്കിയിലെ അങ്കാറയിലാണ് നാറ്റോ ഉച്ചകോടി വേദി 2026 വരുന്നത്. ഒന്നുകൂടെ പറയാം, 2026 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്? അങ്കാറ, തുർക്കി. അങ്കാറ, തുർക്കി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ കേട്ടോ. റിയോ ഡി ജനീറോ, ബ്രസീൽ. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ IPS ആണ് കേട്ടോ. പഠിച്ചു വെക്കുക. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ ആണ് കേട്ടോ. അപ്പം DGP ആണ്. പോലീസ് മേധാവി എന്ന് പറയുമ്പോൾ DGP ആണ്. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി അഥവാ DGP ആരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖറാണ്. അടുത്ത നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. പഠിച്ചു വെക്കോ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ്. പഠിച്ചു വെക്കോ. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ് കേട്ടോ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ് കേട്ടോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ ആണ് കേട്ടോ. നിതിൻ മധുകർ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ BR ഗവായി ആണ്. പഠിച്ചു വെക്കോ. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? നിലവിലെ ഗ്യാനേഷ് കുമാർ ആണ്. നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ഗ്യാനേഷ് കുമാർ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് കേട്ടോ. മേഘാലയയിലാണ്. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ് കേട്ടോ. വിക്രം മിശ്രിയാണ്. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ മന്ത്രി ആരാന്ന് പഠിച്ചു നോക്കണം. S ജയശങ്കർ ആണ് കേട്ടോ. S ജയശങ്കർ നിലവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ്. ഇത് നിലവിലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി കേട്ടോ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചതെന്നാണ് 2025 ഏപ്രിൽ 23-നാണ്. പഠിച്ചു വെക്കുക. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചതെന്നാണ് 2025 ഏപ്രിൽ 23-നാണ്. സ്ലിം മിഷൻ ചാന്ദ്ര പദ്ധതി ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ്റെയാണ് കേട്ടോ. പഠിച്ചു വെക്കുക. സ്ലിം മിഷൻ ചാന്ദ്ര പദ്ധതി ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ്റേതാണ്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സാമൂഹ്യ മാധ്യമം അഥവാ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്ന നിർണായക ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്ന നിർണായക ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാൻഷു ശുക്ല എത്ര ദിവസം ആണ് അവിടെ ചിലവിട്ടതിന് ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? 18 ദിവസമാണ്. നോട്ട് ചെയ്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാൻഷു ശുക്ല എത്ര ദിവസം അവിടെ ചെലവിട്ടതിന് ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? അപ്പോൾ അവിടെ എത്ര ദിവസമാണ് ചെലവഴിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 ദിവസമാണ്. തിരിച്ചെത്തിയ തീയതിയോടെ ഒന്ന് അറിഞ്ഞിരിക്കണം. 2025 ജൂലൈ 15-നാണ് അദ്ദേഹം തിരിച്ചെത്തിയത് കേട്ടോ. തിരിച്ചെത്തിയ തീയതി എന്നാണ് 2025 ജൂലൈ 15. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാണ്ട്ല തുറമുഖമാണ് കേട്ടോ. കാണ്ട്ല തുറമുഖം പഠിച്ചു നോക്കുക. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാണ്ട്ല തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ പഞ്ചായത്താണ്. പഠിച്ചു നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ പഞ്ചായത്ത്. അടുത്ത് നോക്കാം നമുക്ക്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് കേട്ടോ. പഠിച്ചു നോക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാരാണ്? NS മാധവൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ആരാണ്? വീയപുരം ചുണ്ടനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു നോക്കുക. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വീയപുരം ചുണ്ടനാണ്.
ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. പഠിച്ചു നോക്കുക. റീസെൻ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്നൊരു പരീക്ഷയ്ക്ക് കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. പഞ്ചവടി എക്സ്പ്രസ് ആണ്. നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ്? സുശീല കാർക്കിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്തിടെ നമ്മുടെ അയൽ സംസ്ഥാനമായ നേപ്പാളിലാണ് ജെൻസി വിപ്ലവം നടന്നത്. അതായത് എന്താണ് ജെൻസി വിപ്ലവം? 27ഓളം വരുന്ന സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് യുവാക്കൾ നടത്തിയ പ്രക്ഷോഭമാണ് ജെൻസിഡ് വിപ്ലവം. അപ്പോൾ ജെൻസി വിപ്ലവം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം നേപ്പാളാണ് കേട്ടോ. നേപ്പാൾ. അതുപോലെ തന്നെ നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ്? സുശീല കാർക്കിയാണ്. സുശീല കാർക്കിയാണ്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണ്? തെളിമയാണ് കേട്ടോ. പഠിച്ചു വെക്കുക. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ്? തെളിമയാണ് പദ്ധതി. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആകാൻ പോകുന്നത് ഏത് നിയമസഭയാണ്? ഡൽഹി നിയമസഭയാണ്. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആകുന്നത് ഏത് നിയമസഭയാണ്? ഡൽഹി നിയമസഭയാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഫിബോ എന്ന കടുവയാണ് കേട്ടോ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെയിലാണ് കേട്ടോ. അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നാളെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോബൽ പ്രൈസ്, ഓസ്കാർ, ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ISROയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്ലാസ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. മാക്സിമം ആ ക്ലാസ്സൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ മാർക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ക്ലാസ്സുകളൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകൾ, ഇനി നമുക്ക് വരുന്ന ഏതൊക്കെയാണ് പരീക്ഷകൾ വരുന്നത്? കമ്പനി ബോർഡ് LGS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ VFA, ബെബ്കോയ്, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻസ്, LDC, 12th ലെവൽ എക്സാംസ്, ഫോഴ്സ് എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്, നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസം നീണ്ടിരിക്കുന്ന ക്ലാസ് ആയിരിക്കും വരുന്നത്. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻ നടക്കുന്ന ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ലൈവ് സെക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hour ലൈവ് സെക്ഷൻ. ഈവനിങ് 7:30 തൊട്ട് 8:30 വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ. പിന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് ഈ ഒരു നമ്പറിലേക്ക് 88 48 93 85 96 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം കേട്ടോ. താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസത്തേക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വേറെ എങ്ങൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സും വളരെ എളുപ്പത്തിൽ ലൈവ് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യൂ. അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ കയറിയുള്ള ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളെ കൊണ്ട് ഷെയർ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിന് എല്ലാ മാർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ നമ്മുടെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും. അപ്പോൾ താങ്ക് യു ഓൾ.